ലീഡർഷിപ്പാണ്. UDF ഈ ലീഗ് കൂടുതൽ സീറ്റുകൾ ചോദിക്കുകയും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്യുമെന്നൊരു വാദമുണ്ട്. ഇതൊരു കമ്മ്യൂണൽ ക്യാമ്പയിനാണ്. അതായത് BJPയും എനിക്ക് ഒരുപാട് നിരാശ ഉണ്ടാക്കിയ തരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നടത്തുന്ന ഒരു ജോയിന്റ് ക്യാമ്പയിനാണ്. അതായത് ലീഗിന്റെ മേധാവിത്വം ഉണ്ടാവും, ലീഗായിരിക്കും നിയന്ത്രിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഞങ്ങളുമായിട്ട് സഹകരിക്കുന്ന ഞങ്ങളുടെ ഒന്നാമത്തെ സഖ്യകക്ഷിയാണ്. ലീഗ് ഒരിക്കലും ഒരു ക്ലെയിമും വെക്കാറില്ല. അവർക്ക് അർഹതപ്പെട്ടതല്ലാതെ അവർ ഒരു ക്ലെയിമും ഒരു കാലത്തും അഡീഷണൽ ആയിട്ട് വെച്ചിട്ടില്ല. അപ്പൊ താങ്കളുടെ മനസ്സിൽ ഇപ്പൊ വന്നാൽ എനിക്കറിയാം, 5ാം മന്ത്രി ചോദിച്ചില്ലേ, ഞാൻ പറഞ്ഞുതരാം. 5ാം മന്ത്രി ഞങ്ങളുടെ ലീഡർഷിപ്പിനെ പറ്റിയ പാളിച്ച, ഞങ്ങളുടെ കോൺഗ്രസിന്റെ. കാരണം എന്താ, ആന്റണി മന്ത്രിസഭ 2001 വരുമ്പോൾ 62 MLA കോൺഗ്രസ്, ലീഗിന് 20 MLA, അതിന്റെ 19 62 കോൺഗ്രസ് MLA കോൺഗ്രസിന് മുഖ്യമന്ത്രിയും സ്പീക്കറും 10 മന്ത്രിമാരും കിട്ടി. ലീഗിന് 4 മന്ത്രിമാർ. 2011 വരുമ്പോൾ ഈ 62 നിന്ന് ഞങ്ങളുടെ MLA എണ്ണം 38 കുറയാണ്. ലീഗിന്റെ എണ്ണം 20. 20 MLA. അപ്പോഴും ഞങ്ങൾക്ക് ഈ 10 മന്ത്രിയും മുഖ്യമന്ത്രിയും ഞങ്ങൾക്ക് ഈ സ്പീക്കറൊക്കെ അതേപോലെ തന്നെ നിൽക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. അപ്പൊ ലീഗ് ചോദിച്ചത് ചീഫ് വിപ്പാണ്. ചീഫ് വിപ്പ് ഒരു തെറ്റുമില്ല. തെറ്റുണ്ടോ? വല്ല തെറ്റുണ്ടോ? ഇല്ല. ചീഫ് വിപ്പ് കൊടുക്കാൻ പറ്റിയില്ല. PC ജോർജ് ഉള്ളതുകൊണ്ട് PC ജോർജിന് കൊടുത്തു. അപ്പോ ഞങ്ങളുടെ ലീഡർഷിപ്പ് അവരോട് പറഞ്ഞു ഒരു മന്ത്രിസ്ഥാനം തന്നേക്കാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് അവിടെ തന്നെ അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ ഞാനായിരുന്നു ആ ലീഡർഷിപ്പില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ദിസ് ഈസ് ഓൺലി ആൻ അറേഞ്ച്മെന്റ്, ഡൊമസ്റ്റിക് അറേഞ്ച്മെന്റ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഓഫ് ദ UDF അല്ലെ, ഞങ്ങൾ കൊടുത്തു. ഈ ഇക്വേഷൻ പറഞ്ഞാൽ മതി. അത് ഞങ്ങളുടെ ലീഡർഷിപ്പ് അത് ചെയ്യാതെ ഡൽഹി പോയി ചർച്ച ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടു, KPCC ചർച്ച ചെയ്ത്, ചാനലിൽ ചർച്ച ചെയ്യാൻ വേണ്ടി, റോട്ടിൽ ചർച്ച ചെയ്യാൻ വേണ്ടി. ഞാനിത് പാർട്ടി പറഞ്ഞ ആളാണ്. 3 ആഴ്ചക്കാലം നിന്ന് അത് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഇത് വന്നു. അപ്പൊ ലീഗ് ഒരു മോശക്കാരായി. സത്യത്തിൽ ലീഗ് അവിടെ, ഞാൻ ലീഗിനെ ന്യായീകരിക്കുകയാണ്. എന്ത് രീതിയിൽ എന്നെ ഇന്റർപ്രറ്റ് ചെയ്താലും കുഴപ്പമില്ല. ലീഗ് ഇപ്പൊ എവിടെ ചർച്ച നടത്തി കഴിഞ്ഞാലും ലീഗ് ഒരു ആവശ്യമില്ലാത്ത ക്ലെയിം ഉന്നയിക്കില്ല. ഞാൻ വേറെ പലരെ കുറിച്ച് അത് പറയില്ല. ഞാൻ കേരള കോൺഗ്രസിനെ കുറിച്ച് അത് പറയില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ലീഗ് അവരുടെ ഒരു അസസ്മെന്റ് ഉണ്ട്, അവർ നോക്കിക്കൊണ്ട് പറയും. ഇനി അഥവാ അവരൊന്ന് കൂടുതൽ പറഞ്ഞാലും അത് നമുക്കത് സെറ്റിൽ ചെയ്യാൻ പറ്റും, അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ അവർക്ക് സീറ്റ് കൂടുതൽ കൊടുക്കാം അവർക്ക് സീറ്റ് കൂടുതൽ. കാരണം ഞങ്ങൾക്ക് 2 ഘടകകക്ഷികൾ ഞങ്ങളുടെ ഇന്ന് വിട്ടുപോയിട്ടുണ്ട്, ജനതാദൾ വിട്ടുപോയിട്ടുണ്ട്, ജോസ് കെ മാണി പോയിട്ടുണ്ട്. ഈ സീറ്റ് എല്ലാം കൂടി കോൺഗ്രസ് അങ്ങ് മത്സരിക്കുക. ഞങ്ങൾ അതിന്റെ അകത്ത് പ്രൊപ്പോഷണലായിട്ട് VD സതീശൻ മുസ്ലിം ലീഗിനെ പറ്റി പറയുന്നത് കേട്ടില്ലേ? സത്യമായ കാര്യം തന്നെയാണ്. മുസ്ലിം ലീഗ് ഒരിക്കലും ഇതുപോലെ ഒച്ചപ്പാട് ഞങ്ങൾക്കത് വേണമെന്ന് ശാഠ്യം പിടിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. എല്ലാം സെറ്റിൽ ചെയ്യാൻ തയ്യാറാവും. അണികളുടെ ഭാഗത്തുനിന്ന് മിക്കവാറും മുറവിളികൾ ഉണ്ടാവാറുണ്ട് ഈ മുസ്ലിം ലീഗിൽ. ഇത്രയും ചോദിച്ചാൽ എന്താ, നമുക്ക് അതിനുള്ള അർഹതയില്ലേ എന്നൊക്കെ ഉണ്ട്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അതിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകും. പല വകുപ്പുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഭരിച്ചിട്ടുണ്ടല്ലോ. അവിടെയൊന്നും ഒരു വർഗീയമായ പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിനെപ്പറ്റി VD സതീശൻ പറയുന്നത് സത്യം തന്നെയാണ്, അദ്ദേഹത്തിന് അറിയാം. അപ്പം അദ്ദേഹം പറയുന്നുണ്ടല്ലോ, മറ്റുള്ള ഘടകകക്ഷികളെ പറ്റി ഞാൻ പറയില്ല, പക്ഷെ മുസ്ലിം ലീഗിനെ പറ്റി എനിക്ക് പറയാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, അത് കറക്റ്റ് അറിയാം. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇതിനെപ്പറ്റി ഇപ്പോൾ TG മോഹൻദാസ് BJPയുടെ ഒരു നിരീക്ഷകരാണ്. അദ്ദേഹം പോലും പറയാറുണ്ട് മുസ്ലിം ലീഗ് നല്ലൊരു ആക്റ്റീവുള്ള പാർട്ടിയാണെന്ന്. മുസ്ലിം ലീഗിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മുസ്ലിം ലീഗ് എന്നുള്ള പേരുണ്ടെന്നല്ലാതെ ഒരു മുസ്ലിം വർഗീയമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയേ അല്ല എന്ത് ചെയ്യും മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് എന്നും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു.